ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രൈബ്സുമായി രേണുസുതി നടത്തിയെന്ന് അവകാശപ്പെടുന്ന ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് പുറത്തുവിട്ട് യൂട്യൂബർ ഷെഫീന ബീബി. പുറത്തുവിട്ടത് രേണു നടത്തിയ ചാറ്റുകളാണ് ഷെഫീന ബീബി അവകാശപ്പെടുന്നു. ഈ വിഷയത്തിൽ ലൈഫ് ഓഫ് ആനന്ദ് ചെയ്ത വീഡിയോ ഇതിനോടകം ചർച്ചയായി മാറിക്കഴിഞ്ഞു. നല്ല വരുമാനം അഭിനയിച്ചിട്ടും പ്രൊമോഷനിലൂടെയും സമ്പാദിച്ചിട്ടും എന്തിന് ഇത്തരം പ്രവൃത്തികൾക്ക് രേണു തുനിയുന്നു എന്ന് അനന്ത് ചോദിക്കുന്നു. മുമ്പ് രേണുവിനെക്കുറിച്ച് പല കഥകളും കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ അത് വിശ്വസിച്ചിരുന്നില്ലെന്നും പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ അതെല്ലാം വിശ്വസിക്കാൻ തോന്നുന്നുവെന്നും അനന്ത് പറയുന്നു. അനന്ത് പറഞ്ഞത് ഇങ്ങനെ: ഷെഫീന ബീബി സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട പുതിയ വീഡിയോ ആണ് രേണുസുതിയുടെ ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുള്ളത്. ആ സ്ക്രീൻഷോട്ടുകളുടെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. പുറത്തുവിട്ട ചാറ്റ് ഒറിജിനലാണെന്നും ഇതിനേക്കാൾ വലുത് തൻ്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞാണ് ഷെഫീന ഓഡിയോ പങ്കുവച്ചിരിക്കുന്നത്. റീനു തൻ്റെ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്നാണ് ചാറ്റ് നടത്തിയിരിക്കുന്നത്. ഞാൻ നാട്ടിൽ വരുന്നുണ്ട്. ഡയറക്റ്റായി മീറ്റ് ചെയ്യാൻ ഒക്കെ ആണെന്ന് അപ്പുറത്തേക്കുള്ള വ്യക്തിയുടെ രേണുവിനോട് ചാറ്റിങ്ങിലൂടെ ചോദിക്കുന്നുണ്ട്. മീറ്റ് ചെയ്യാം എന്നാണ് രേണു മറുപടി നൽകിയത്. ഞാൻ യുകെയിലാണ്. നേരിട്ട് കാണാൻ എത്രയാകും എന്ന് പറയാമോ എന്ന് അയാൾ രേണുവിനോട് ചാറ്റിലൂടെ ചോദിക്കുന്നുണ്ട്. മാനേജറുമായി കോൺടാക്റ്റ് ചെയ്യൂ എന്നാണ് രേണു അതിനോട് നൽകിയ മറുപടി. നേരിട്ട് കാണാൻ പൈസ കൊടുക്കണമെന്ന് പറയുമ്പോൾ നല്ല ഉദ്ദേശമാവില്ലെന്ന് മനസ്സിലാകുമല്ലോ. റീനുവിൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ആരോൺ എന്ന് ചാറ്റിൻ്റെ അപ്പുറത്തുള്ള വ്യക്തി. കാരണം റീനു എക്സ്ക്ലൂസീവായിരുന്ന വീഡിയോകൾക്കെല്ലാം അയാൾ റീപ്ലൈ സ്മൈലും മറ്റും അറിയിച്ചിരിക്കുന്നതും ചാറ്റ് സ്ക്രീൻഷോട്ടിൽ കാണാം. എത്തരത്തിലുള്ള ചാറ്റിംഗ് ആണ്, എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായി കാണും. ചാറ്റിന് വിശ്വാസ്യതയില്ല. ആർക്ക് വേണമെങ്കിലും ഇന്നത്തെ കാലത്ത് രേണുവിൻ്റെ പേര് വെച്ച് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ക്രിയേറ്റ് ചെയ്യാം. ഷെഫീന ബീവി പക്ഷേ സ്ക്രീൻഷോട്ട് സത്യമാണെന്നും രേണുവുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് തെളിവുകൾ തൻ്റെ കയ്യിലുണ്ടെന്നും നഗ്നത പോലുള്ള അടങ്ങിയ കണ്ടന്റുകൾ ആയതിനാലാണ് പുറത്തുവിടാത്തതെന്നും ക്ലൗഡിൽ പോലീസ് ആവശ്യം വന്നാൽ കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ സേവ് ചെയ്തിട്ടുണ്ടെന്ന് ഷെഫീന പറയുന്നു. ഷെഫീനെ വിശ്വസിക്കാം. ഒരു കാര്യവും ഇല്ലാതെ അവർ ഇങ്ങനെ വന്ന് പറയില്ല. കൊല്ലം സുധി മരിച്ചതിൻ്റെ പേരിൽ മാത്രം ഫേമസ് ആയ വ്യക്തിയാണ് രേണു. അങ്ങനെ ഒരു വ്യക്തി ഇത്തരം പരിപാടിക്ക് പോകുന്നത് തരം താഴ്ന്ന പരിപാടിയാണ്. ഒരുപാട് പ്രോഗ്രാമുകൾ കിട്ടുന്ന ആളാണ് രേണു. കഴിഞ്ഞ കുറേ നാളുകളായി ലൈംലൈറ്റിൽ സജീവമാണ്. ഷോർട്ട് ഫിലിം, ആൽബം എന്നിങ്ങനെ നിരന്തരം വർക്ക് കിട്ടുന്നുമുണ്ട്. നല്ല ക്യാഷ് സമ്പാദിക്കുന്നുമുണ്ട്.